എൻ ടൈപ്പ് ടോപ്പ് കോൺ അതോ പി ടൈപ്പ് ടോപ്പ് കോൺ സോളാർ സെല്ലുകൾ വാങ്ങണം, അവയുടെ വ്യത്യാസങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. എൻ ടൈപ്പ് ടോപ്പ് കോൺ, പി ടൈപ്പ് ടോപ്പ് കോൺ സോളാർ സെല്ലുകൾ ടണൽ ഓക്സൈഡ് പാസിവേറ്റഡ് കോണ്ടാക്ട് എന്ന സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന പുതിയ തലമുറ സോളാർ സെല്ലുകളാണ്. ഈ സാങ്കേതികവിദ്യ സോളാർ സെല്ലുകളുടെ പ്രവർത്തനക്ഷമതയും ദൈർഘ്യവും മെച്ചപ്പെടുത്തുന്നു. എൻ ടൈപ്പ് ടോപ്പ് കോണും പി ടൈപ്പ് ടോപ്പ് കോണും തമ്മിലുള്ള പ്രധാനമായ വ്യത്യാസം ഈ സെല്ലുകളിൽ ഉപയോഗിക്കുന്ന സെമി കണ്ടക്ടർ എൻ ടൈപ്പ് അല്ലെങ്കിൽ പി ടൈപ്പ് മെറ്റീരിയൽ ആണ് എന്നുള്ളതാണ്. ഇതിന്റെ ഫലമായി സെല്ലിന്റെ പ്രവർത്തനക്ഷമത, നിർമ്മാണ ചെലവ് എന്നിവ വ്യത്യാസപ്പെടുത്തും. ഇവിടെ എൻ ടൈപ്പ് ടോപ്പ് കോണും പി ടൈപ്പ് ടോപ്പ് കോണും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ കാണാം. എൻ ടൈപ്പ് ടോപ്പ് കോൺ സോളാർ സെല്ലുകൾ എൻ ടൈപ്പ് സോളാർ സെല്ലുകൾക്ക് അടിസ്ഥാന സെമി കണ്ടക്ടർ മെറ്റീരിയലായ ഫോസ്ഫറസ് ഡോപ്പഡ് സിലിക്കൺ ഉപയോഗിക്കുന്നു. അതിനാൽ ഇവയ്ക്ക് അധിക നെഗറ്റീവ് ചാർജ് ഇലക്ട്രോണുകൾ ഉണ്ട്. സെല്ലിന്റെ മുൻവശവും പിൻവശവും ഇലക്ട്രോണുകൾക്ക് അനുയോജ്യമായ കോണ്ടാക്റ്റുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നു. ആയതിനാൽ ഇതിന്റെ ഫലമായി ഉയർന്ന പ്രവർത്തനക്ഷമതയും മികച്ച പ്രകടനവും ലഭിക്കുന്നു. കൂടാതെ ഈ സെല്ലുകൾ കൂടുതൽ ദൃഢവും ദൈർഘ്യമുള്ളതുമായ പ്രകടനം നൽകുന്നു. പി ടൈപ്പ് ടോപ്പ് കോൺ സോളാർ സെല്ലുകൾ. പി ടൈപ്പ് സെല്ലുകളിൽ അടിസ്ഥാന സെമി കണ്ടക്ടർ മെറ്റീരിയലായ ബോറോൺ ടോപ്ഡ് സിലിക്കൺ ഉപയോഗിക്കുന്നു. ഇതിന് പോസിറ്റീവ് ചാർജ് വാഹക ഹോളുകൾ ധാരാളമുണ്ട്. പി ടൈപ്പ് സെല്ലുകൾ വ്യാപകമായി ഉപയോഗപ്പെടുന്നുണ്ട്, കാരണം ഇവയുടെ നിർമ്മാണം വളരെ എളുപ്പത്തിലും കുറഞ്ഞ ചെലവിലും നടത്താൻ സാധിക്കും. ആയതിനാൽ പി ടൈപ്പ് സെല്ലുകൾ ഉപയോഗിച്ചിട്ടുള്ള ടോപ്പ് കോൺ പാനലുകൾക്ക് എൻ ടൈപ്പിനെ അപേക്ഷിച്ച് താരതമ്യേന വില കുറവാണ്. ഇനി എൻ ടൈപ്പ്, പി ടൈപ്പ് ടോപ്പ് കോൺ സോളാർ സെല്ലുകളുടെ പ്രവർത്തനക്ഷമതയെക്കുറിച്ച് പരിശോധിക്കാം. എൻ ടൈപ്പ് ടോപ്പ് കോൺ സോളാർ പാനലുകൾക്ക് ഉയർന്ന പ്രവർത്തനക്ഷമതയാണ് ഉളവാക്കുന്നത്. എൻ ടൈപ്പ് ടോപ്പ് കോൺ സെല്ലുകൾ സാധാരണയായി 20 മുതൽ 23% വരെ പ്രവർത്തനക്ഷമത നൽകുന്നു. ഇവയ്ക്ക് മികച്ച പ്രകാശ ആഗിരണ ശേഷി ഉള്ളതിനാൽ ഉയർന്ന പ്രവർത്തനക്ഷമതയും ഉളവാക്കുന്നു. ലെസ് ലൈറ്റ് ഇൻഡ്യൂസ്ഡ് ഡീഗ്രഡേഷൻ അഥവാ LID. എൻ ടൈപ്പ് സെല്ലുകൾ ലൈറ്റ് ഇൻഡ്യൂസ്ഡ് ഡീഗ്രഡേഷനോട് കൂടുതൽ പ്രതിരോധശേഷി ഉള്ളവയാണ്. അതായത് സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ സെല്ലിന്റെ പെർഫോമൻസ് കുറയുന്ന ഒരു പ്രതിഭാസമാണ് LID എന്ന് പറയുന്നത്. LIDയോടുള്ള പ്രതിരോധശേഷി ദീർഘകാല സ്ഥിരതയുടെയും ഊർജ ഉൽപാദനത്തിന്റെയും കാര്യത്തിൽ എൻ ടൈപ്പ് സെല്ലുകൾക്ക് വളരെയേറെ മേന്മ നൽകുന്നു. പി ടൈപ്പ് ടോപ്പ് കോൺ സെല്ലുകൾക്ക് താഴ്ന്ന പ്രവർത്തനക്ഷമതയാണുള്ളത്. പി ടൈപ്പ് ടോപ്പ് കോൺ സെല്ലുകൾക്ക് 19 മുതൽ 21% വരെ പ്രവർത്തനക്ഷമത സ്റ്റാൻഡേർഡ് കണ്ടീഷനുകളിൽ കണക്കാക്കുന്നുണ്ട്. ഇവ സെല്ലുകളുടെ പുനഃസംയോജന നഷ്ടങ്ങൾക്കും LIDക്കും കൂടുതൽ കാരണമാകുന്നു. അപ്പോൾ ഇതിന്റെ പ്രവർത്തനക്ഷമത തീർച്ചയായും കുറയാൻ ചാൻസ് ഉണ്ട്. പി ടൈപ്പ് സെല്ലുകൾക്ക് LIDക്കുള്ള സ്വാധീനം വളരെ കൂടുതലായിരിക്കും. എന്നാൽ ടോപ്പ് കോൺ സാങ്കേതികവിദ്യ ടെക്നോളജി ഒരുപക്ഷെ കൂടുതൽ വിശ്വസനീയമായ ഒരു ദൈർഘ്യവും കൂടുതൽ കാലം ഈട് നിൽക്കാനുള്ള ലൈഫും ഇതിന് പ്രദാനം ചെയ്തേക്കാം. എൻ ടൈപ്പ് ടോപ്പ് കോൺ സോളാർ സെല്ലുകളുടെ നിർമ്മാണ പ്രക്രിയ കൂടുതൽ സങ്കീർണവും അതേപോലെ തന്നെ വിലയേറിയതുമാണ്. എൻ ടൈപ്പ് സെല്ലുകൾക്ക് കൂടുതൽ സൂക്ഷ്മമായ ഡോപ്പിംഗ്, ഉയർന്ന പ്രോസസ്സിംഗ് സങ്കീർണത എന്നിവ ആവശ്യമാണ്. ഇത് നിർമ്മാണ ചെലവ് വളരെയധികം വർദ്ധിപ്പിക്കും. എൻ ടൈപ്പ് സെല്ലുകളുടെ നിർമ്മാണ ചെലവുകൾ ഭാവിയിൽ കുറയാൻ സാധ്യതയുണ്ട്. പി ടൈപ്പ് ടോപ്പ് കോൺ സെല്ലുകൾക്ക് വളരെ കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കുന്നു. പി ടൈപ്പ് സെല്ലുകൾക്ക് കുറഞ്ഞ നിർമ്മാണ ചെലവാണുള്ളത്. പി ടൈപ്പ് സെല്ലുകളുടെ നിർമ്മാണം ഇതിനകം സ്ഥാപിതമായ പ്രക്രിയകളുടെയും മെറ്റീരിയലുകളുടെയും സഹായത്തോടു കൂടിയതാണ്. ആയതിനാൽ നിർമ്മാണ ചെലവ് വളരെ കുറവാണ്. എൻ ടൈപ്പ് ടോപ്പ് കോണിന് ഉയർന്ന ദൈർഘ്യമാണുള്ളത്. എൻ ടൈപ്പ് ടോപ്പ് കോൺ സെല്ലുകൾക്ക് LIDക്ക് ശക്തമായ പ്രതിരോധം ഉള്ളതിനാൽ ഇവ കൂടുതൽ ദൃഢവും ദൈർഘ്യമുള്ളതുമായ പ്രകടനം നൽകുന്നു. മികച്ച ദൈർഘ്യ സമയ പ്രകടനം. എൻ ടൈപ്പ് സെല്ലുകൾ നിലവിലെ പ്രവർത്തനക്ഷമത ദീർഘകാലത്തേക്ക് നിലനിൽക്കുന്നതിനാൽ കാലം കൂടുന്തോറും വളരെ മികച്ച പ്രകടനം കാണിക്കും. പി ടൈപ്പ് ടോപ്പ് കോൺ താഴ്ന്ന ദൈർഘ്യമാണ് ഉള്ളത്. പി ടൈപ്പ് സെല്ലുകൾക്ക് LIDയെ നേരിടുമ്പോൾ പുതിയ ടോപ്പ് കോൺ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഈ സ്വാധീനം കുറയ്ക്കാമെങ്കിലും എൻ ടൈപ്പ് സെല്ലുകൾക്കിടയിൽ അത് വളരെ കുറവായിരിക്കും. താഴ്ന്ന ദൈർഘ്യമേറിയതും ചില അവസ്ഥകളിൽ പി ടൈപ്പ് സെല്ലുകൾ നിലവിലുള്ള പ്രവർത്തനക്ഷമത കുറയുകയും ചെയ്യാം. എൻ ടൈപ്പ് ടോപ്പ് കോൺ സെല്ലുകൾക്ക് ഉയർന്ന താപനിലയിൽ കുറഞ്ഞ പ്രകടന നഷ്ടം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അതിനാൽ ചൂട് കാലാവസ്ഥയ്ക്ക് എൻ ടൈപ്പ് ടോപ്പ് കോൺ അനുയോജ്യമായി കണക്കാക്കും. പി ടൈപ്പ് ടോപ്പ് കോൺ സെല്ലുകൾക്ക് ഉയർന്ന താപനിലയിൽ കൂടുതൽ പ്രതിഫലന നഷ്ടം ഉണ്ടാകുന്നുണ്ടെങ്കിലും കാര്യക്ഷമതയിൽ കൂടുതൽ നഷ്ടം ഉണ്ടാകുന്നില്ല എന്ന് വിലയിരുത്തുന്നു. എൻ ടൈപ്പ് ടോപ്പ് കോണും പി ടൈപ്പ് ടോപ്പ് കോൺ സെല്ലുകൾക്കുള്ള വിവിധ ലക്ഷണങ്ങൾ പരിഗണിച്ച് എൻ ടൈപ്പ് ടോപ്പ് കോൺ സെല്ലുകൾ ഉയർന്ന പ്രവർത്തനക്ഷമത, ദൈർഘ്യമേറിയ പ്രകടനം, ചൂടിനെതിരെയുള്ള മികച്ച എന്നിവ ഉറപ്പു നൽകുന്നു. എന്നാൽ പി ടൈപ്പ് ടോപ്പ് കോൺ സെല്ലുകൾ താഴ്ന്ന ചിലവ് കൂടി ആയിട്ടും ഇടത്തരം പെർഫോമൻസ് മാത്രമേ നൽകുന്നു.